അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികൾ വലിയ ക്ഷമാശീലരാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷമ അവരുടെ വിശ്വാസത്തിൻ്റെ വലിയ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് സന്ദേശമായി അരുളുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, സത്യത്തിൻ്റെ മേലിൽ ക്ഷമ കൊള്ളുക. സത്യം പ്രചരിപ്പിക്കുമ്പോഴും സത്യത്തിൻ്റെ മേലിൽ പ്രവർത്തിക്കുമ്പോഴും സത്യത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും, ഒരുപാട് ശത്രുക്കളുടെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ആ സന്ദർഭങ്ങളിലൊക്കെയും നിങ്ങൾ ക്ഷമയുള്ളവരാകണം എന്ന് മാത്രമല്ല, സത്യത്തിൻ്റെ മേലിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും വേണം. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യത്തിന് ലവലേശം മാറ്റമില്ലാതെ, അതിൽ കോംപ്രമൈസ് ഇല്ലാതെ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം ക്ഷമയോടെ. എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കേരളക്കരയിൽ നമുക്ക് കാണാം, UDFന്റെ വൻ വിജയത്തിൽ വലിയൊരു പങ്കാളികളാണ് ന്യൂനപക്ഷമായ മൈനോറിറ്റി വിഭാഗമായ മുസ്ലിം സമൂഹം. ഈ മുസ്ലിം സമൂഹം കേരളക്കരയിൽ നല്ല ഒരു ഭരണം, ഒരു ജനാധിപത്യ ഭരണം, ഒരു സെക്യുലർ ഭരണം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് UDFനെ ഭരണത്തിലെത്തിയതിൻ്റെ പിന്നിൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആൾ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ പാടില്ല, മുസ്ലിം ലീഗുകാരന് ഉപമന്ത്രി സ്ഥാനം പാടില്ല, മുസ്ലിം ലീഗിനെ ഏത് വിഷയത്തിലും കണക്കിലെടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും മീഡിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ അത്ഭുതത്തോടു കൂടെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. വളരെ വലിയ വർഗീയവാദികൾ മുസ്ലിം ലീഗുകാരൻ ഏത് സ്ഥാനത്തേക്കും വരാൻ പാടില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. കേരളക്കരയിൽ ഒരുപാട് കൊറോണയിലും അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിലുമൊക്കെ ഒരുപാടേറെ അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെ പോലെയുള്ള വളരെ വലിയ പ്രസ്ഥാനത്തിനെതിരെ ഈ വർഗീയ വിഷജന്തുക്കൾ വിഷം തുപ്പുകയാണ്.